ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പഴം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്നാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പഴത്തിൽ കൂട്ടും കുറക്കൊക്കെ ചെയ്യാവുന്നതാണ്. പഴം നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ടുള്ള പഴം എടുക്കണം. അതുപോലെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് വരികയും ചെയ്യും. ഇപ്പോൾ ഇതാ പഴമൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല പോലെ നമുക്ക് ഈ പഴം വഴന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് സ്നാക്ക് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ പഴമൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു കപ്പ് നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ അത്യാവശ്യം നല്ല പോലെ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഞാനിവിടെ 2 ഏലക്കായ കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം മധുരമുള്ള പഴമായതുകൊണ്ട് ഞാനിവിടെ 2-3 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പഴത്തിൽ തന്നെ ഓൾറെഡി അത്യാവശ്യം നല്ല പോലെ മധുരം ഉണ്ടാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. പഞ്ചസാരയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റായിട്ട് വരും. ഇനി ഇതുപോലെ ഒരു തവി വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് അടച്ചെടുക്കണം. പഴമൊക്കെ നല്ലപോലെ പഴുത്തിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ മാക്സിമം പഴുത്ത പഴം തന്നെ എടുക്കുക. ഇനി ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലിട്ട് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതുപോലെ കുഴച്ച് ഒരു ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കണം. പഴമൊക്കെ നല്ലപോലെ വഴന്ന് വന്നതുകൊണ്ട് നമുക്കിങ്ങനെ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഞാനിവിടെ ഏകദേശം നമ്മുടെ ലഡുവിൻ്റെ ഒക്കെ ഷേപ്പിൽ അത്രയും വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് നിറയെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താലും മതി. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ഏകദേശം പഴംപൊരിക്കൊക്കെ മാവ് ഉണ്ടാക്കിയെടുക്കുന്ന അതേ ടെക്സ്ചറിലാണ് ഇതിന് നമ്മളിവിടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവിനെ നമുക്ക് റെഡിയായി കിട്ടും. നമുക്ക് 4 മണി സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ബനാന വെച്ചിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പഴമൊക്കെ വെച്ച് നമ്മളെന്നും ഒരേ രീതിയിൽ തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, പഴം അവർക്ക് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബനാന ബോൾസ് ഈ മാവിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റർ നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും ചെയ്യില്ല, ആ ടൈമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ ബോൾസ് മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പഴമൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കാണ്. പഴം ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ ബനാന ബോൾസും മാവിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് 2 സൈഡും നല്ല പോലെ തന്നെ ബ്രൗൺ കളർ ആവുന്നത് വരെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മളിതിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആകുന്ന ആകെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇപ്പോൾ ഇതാ 2 സൈഡും നല്ല പോലെ തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല ടേസ്റ്റി ആയ റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.